ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ നന്മ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയപ്പെടണം. ശൂന്യാവസ്ഥകളും പരാജയങ്ങളും മനുഷ്യ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അവസ്ഥകളിൽ നിന്ന് മാറ്റം തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇത് വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനമാണ് ഇന്നത്തെ ധ്യാനം. ഞാൻ ആ വചനം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചതുപോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. ഇവിടെ ദൈവം സംസാരിക്കുകയാണ്, നിന്റെ പിതാക്കന്മാരിൽ ദൈവം പ്രസാദിച്ചതുപോലെ നിന്നിലും പ്രസാദിക്കാൻ പോകുകയാണ്. ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഈ 10-ാമത്തെ വാക്യം തന്നെ മറുപടി തരുന്നുണ്ട്. ആ വാക്യം ഞാനത് വായിച്ചു കേൾപ്പിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരിയുകയും ചെയ്താൽ. അപ്പം ദൈവവചനം അനുസരിക്കുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്താൽ നിന്റെ പിതാക്കന്മാരിൽ ദൈവം പ്രസാദിച്ചതുപോലെ വീണ്ടും നന്മയ്ക്കായി നിങ്ങളിൽ ദൈവം പ്രസാദിക്കാൻ പോവാം. അപ്പൊ ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ആത്മീക ദൂത്, കഴിഞ്ഞ നാളുകളിൽ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചതുപോലെ തന്നെ നിങ്ങളിലും ഉടനെ ഒരു ദൈവപ്രസാദം ഉണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മയ്ക്കു കാരണമാകും. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ, ശൂന്യതകൾ മാത്രം മനസ്സിൽ വിതച്ചിരിക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു ആത്മീക ദൂത് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. വീണ്ടും നിങ്ങളിൽ ദൈവം പ്രസാദിക്കാൻ പോവാം. ആ പ്രസാദിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നന്മ വെളിപ്പെടാനിടയാണ്. പക്ഷേ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദൈവവചനം അനുസരിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും വേണം. ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്നൊന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വന്നാൽ വീണ്ടും ഒരു ദൈവപ്രസാദമുണ്ട്, വീണ്ടും നിനക്കൊരു നന്മയുണ്ട്, വീണ്ടും നിനക്കൊരു അനുഗ്രഹമുണ്ട്. അതാണ് ഇന്ന് രാവിലത്തെ സന്ദേശം. നമുക്കൊന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയെ വിട്ട്, അങ്ങയുടെ വചനം വിട്ട് ആമി എങ്ങോട്ടെങ്കിലും മാറിപ്പോയെങ്കിൽ കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് മടങ്ങി വന്ന് വീണ്ടും ഒരു ദൈവപ്രസാദം തേടി ഒരു ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും നന്മയ്ക്കായി ദൈവം പ്രസാദിക്കും. God bless you.